ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓട്സും പഴവും വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. വളരെ ഹെൽത്തിയാണ്, വളരെ ടേസ്റ്റിയാണ്, വളരെ എളുപ്പത്തിലും തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണിത് തയ്യാറാക്കിയെടുക്കുന്നത്. ആദ്യം നമുക്ക് ഓട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു കപ്പിൽ കുറച്ച് കൂടുതൽ ഓട്സാണ് എടുത്തിട്ടുള്ളത്. ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും, ഓയിലൊന്നും ഒഴിക്കാതെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത്, അങ്ങനെ വരുമ്പോൾ കരിഞ്ഞു പോവും. അപ്പോൾ നമുക്കിത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഓട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഈ ഒരു പാനിൽ തന്നെ വെച്ചിരുന്നാൽ ചൂട് കൊണ്ട് കരിഞ്ഞു പോവും. അപ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ചൂടാറി വരുമ്പോൾ പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട് നുറുക്കിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പഴം ചേർത്ത് കൊടുക്കാം. 2 പഴം, 2 മീഡിയം സൈസിലുള്ള നന്നായിട്ട് പഴുത്തിരിക്കുന്ന പഴമാണെങ്കിൽ കൂടുതൽ നല്ലത്. അപ്പോൾ പഴം ചേർത്തിട്ട് നെയ്യിൽ കാഷ്യൂനട്ടും പഴവും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പഴം നെയ്യിലൊന്ന് മൊരിഞ്ഞ് വരുന്നുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ്, അതായത് 4 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചിരവിയത് ചേർക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങയും കൂടെ ചേർത്തിട്ട് തേങ്ങയും പഴവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും വഴറ്റിയെടുക്കണം. പഴം ഒന്ന് ഉടച്ചെടുക്കാം. പഴവും തേങ്ങയും നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന ഓട്സ് ചേർത്ത് കൊടുക്കാം. ഇനിയാണ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. 2 കഷ്ണം വെള്ളം 1/4 കപ്പ് വെള്ളത്തിൽ ഉരുക്കിയിട്ട് അരിച്ചിട്ടാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനൊക്കെ അനുസരിച്ചിട്ട് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. മാത്രമല്ല പഴത്തിൻ്റെ മധുരം കൂടെ നോക്കിയിട്ട് ചേർത്ത് കൊടുത്തോളൂ. പഴത്തിന് ഓൾറെഡി നല്ല മധുരം ഉള്ളതാണെങ്കിൽ വെള്ളത്തിൻ്റെ അളവൊക്കെ കുറച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചേർത്ത് കൊടുക്കാം. 2 തവണയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഞാനിവിടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഇതിവിടെ ഒരു മാവ് പോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുന്ന സമയത്തൊക്കെ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെക്കേണ്ടത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. ഇല്ലെങ്കിൽ ഈ പാത്രത്തിൽ തന്നെ വെച്ചിരുന്നാൽ ഇതിൻ്റെ ചൂട് കൊണ്ട് ഇതങ്ങ് ഡ്രൈ ആയി പോകും. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിത് വേഗം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ചെറിയ ചൂടുണ്ട്. ചെറിയ ചൂടോടുകൂടെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം തയ്യാറാക്കിയെടുക്കാം. ഓട്സ് ഉണ്ടാന്നൊക്കെ പറയാം, കാരണം ഉണ്ടയുടെ ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്, ഉണ്ട പോലെയാണ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും ചെറിയ ഉരുളകൾ എടുക്കാം. എന്നിട്ട് നല്ലൊരു ഷേപ്പ് ചെയ്തെടുക്കാം, ബോൾ ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് നെയ്യോ ഓയിലോ ഒന്ന് തടവിയിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഓട്സ് വെച്ചിട്ടുള്ള ഈ ഒരു ഹെൽത്തി സ്വീറ്റ് റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ചാനലിൽ കഴിഞ്ഞ ദിവസം ഓട്സ് വെച്ചിട്ട് ഒരു കഞ്ഞി റെസിപ്പിയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ എല്ലാവരും കാണണം, ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കണം. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്